മലയാള സിനിമയുടെ സകലകാല റെക്കോർഡുകളും തകർക്കാൻ എമ്പുരാൻ സിനിമ വരുന്നു. കേരള ഗ്രോസ് ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് ലിയോ സിനിമയുടെ സ്വന്തമാണ് 12 കോടി. അത് തകർക്കാൻ 95% ഒക്യുപ്പേഷനോട് കൂടി 750 തിയേറ്ററിലാണ് ആന്റണി പെരുമ്പാവൂർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഓവർസീസ് തുക 30 കോടിക്കാണ് പോയേക്കുന്നത്. ഇത് ഒരു മലയാള സിനിമയും അത്തരം തുക വന്നിട്ടില്ല. അത് മാത്രമല്ല, ഓവർസീസ് തുക 30 കോടിക്ക് ശേഷം വരുന്ന തുകകളുടെ പെർസെൻറ്റേജ് തുക നിർമ്മാതാവിന് ലഭിക്കുന്നതാണ്. അതുപോലെ അതർ സ്റ്റേറ്റ് റൈറ്റ്സ് എടുത്തേക്കുന്നത് നോർത്തിൽ കമ്പനിയാണ്. മലയാള സിനിമകളൊന്നും നോർത്തിൽ അധികം കളക്ട് ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുള്ളത് മാർക്കോയ്ക്കാണ്. മലയാള സിനിമ എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ ഇറങ്ങിയ വിക്രം, അതുപോലെ ജയിലർ, വിജയുടെ ലിയോ ഒക്കെ 25-30 കോടിക്ക് അപ്പുറം പോയിട്ടില്ല നോർത്തിൽ. അപ്പോൾ നോർത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനിയായിട്ട് കൂട്ടുപിടിച്ചുകൊണ്ടാണ് എമ്പുരാന്റെ പരിപാടി. അതും ഒരു റെക്കോർഡായിരിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ OTT റെക്കോർഡ് തുകയ്ക്കാണ് വിറ്റുപോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന് മുന്നേ ഉള്ള ഏറ്റവും വലിയ റെക്കോർഡ് എന്ന് പറയുന്നത് ആവേശം സിനിമ, ഫഹദ് ഫാസിലിന്റെ ആവേശം സിനിമയായിരുന്നു. അത് 35 കോടിക്കായിരുന്നു OTT പോയിരുന്നത്. അതിന്റെ ഡബിൾ ചാർജിൽ ആമസോൺ പ്രൈം 70 കോടിക്ക് പിടിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് മാത്രമല്ല, ഇതിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് അതുപോലെ മ്യൂസിക് റൈറ്റ്സ് ഒക്കെ വലിയ തുകയ്ക്കാണ് ഡീല് നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ പോലുള്ള ഇൻഡസ്ട്രികളിൽ മലയാളത്തിന്റെ ഏറ്റവും വലിയ കണ്ടന്റ് ബേസ്, അതുപോലെ ഏറ്റവും വലിയ സിനിമ എന്നുള്ള ലെവലിൽ ഇതുവരെ കിട്ടിയ കളക്ഷനിലെല്ലാം തകർക്കും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ സകലമാന റെക്കോർഡുകളും തകർക്കാൻ ശേഷിയുള്ള ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന് നിസ്സംശയം നമുക്ക് പറയാം.